നമസ്കാരം. ജ്യോതിഷത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുന്നത് 2025 മെയ് 25 മുതൽ മെയ് 31 വരെയുള്ള എല്ലാ നക്ഷത്രക്കാരുടെയും ആഴ്ച ഫലമാണ്. ഈ ആഴ്ചയിലെ പ്രധാന ജ്യോതിഷ സംഭവങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. സൂര്യൻ ഇടവൻ രാശിയിൽ രോഹിണി നക്ഷത്രത്തിലാണ് സഞ്ചരിക്കുന്നത്. ചൊവ്വ കർക്കടകൻ രാശിയിൽ പുണർദ നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു. ബുധൻ ഇടവൻ രാശിയിൽ കാർത്തിക നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു. മെയ് 21 കാർത്തികയിൽ പ്രവേശിച്ചു കഴിഞ്ഞു. വ്യാഴം ഇടവൻ രാശിയിൽ മകരൻ നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു. ശുക്രൻ മേടൻ രാശിയിൽ അശ്വതി നക്ഷത്രത്തിലാണുള്ളത്. മെയ് 31 മേടത്തിൽ പ്രവേശിക്കുന്നു. ശനി കുംഭൻ രാശിയിൽ പൂരിട്ടാതി നക്ഷത്രത്തിൽ, രാഹു മീനൻ രാശിയിൽ രേവതി നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു. കേതു കന്നി രാശിയിൽ ചിത്തിര നക്ഷത്രത്തിലാണുള്ളത്. ഈ ഗ്രഹസ്ഥിതി എല്ലാ നക്ഷത്രക്കാരെയും പൊതുവായി സ്വാധീനിക്കും. ബുധൻ കാർത്തിക നക്ഷത്രത്തിലും ശുക്രൻ അശ്വതി നക്ഷത്രത്തിലും പ്രവേശിക്കുന്നത് ആശയവിനിമയം, ബന്ധങ്ങൾ, സാമ്പത്തികം എന്നീ മേഖലയിലെ ശ്രദ്ധേയമായ മാറ്റങ്ങൾക്ക് സാധ്യത നൽകുന്നുണ്ട്. ഇനി ഓരോ നക്ഷത്രക്കാരുടെയും ഫലങ്ങൾ നമുക്ക് നോക്കാം. ഓരോ നക്ഷത്രക്കാരുടെയും തൊഴിൽ, സാമ്പത്തികം, ആരോഗ്യം, കുടുംബം, പ്രണയം, വിദ്യാഭ്യാസം എന്നിവയെക്കുറിച്ചുള്ള സംക്ഷിപ്തമായ ഫലങ്ങളാണ് ഈ ആഴ്ചയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ലളിതമായ ദോഷപരിഹാരങ്ങൾ എന്നിവയാണ് ഉൾക്കൊള്ളുന്നത്. ആദ്യം അശ്വതി. ഊർജ്ജസ്വലതയും പുതിയ കാര്യങ്ങളും ചെയ്യാനുള്ള താല്പര്യവും കാണിക്കും. ഇതാണ് സ്വഭാവം. തൊഴിൽ, പുതിയ അവസരങ്ങൾ വരാൻ സാധ്യതയുണ്ട്. നിലവിലുള്ള ജോലിയിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. സാമ്പത്തികം നേട്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും ചെലവുകൾ നിയന്ത്രിക്കുക. ആരോഗ്യം ഊർജം കൂടുമെങ്കിലും അമിത പ്രയത്നം ഒഴിവാക്കുക. കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷമുണ്ടാകും. ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായേക്കും. പുതിയ ബന്ധങ്ങൾക്ക് സാധ്യതയുണ്ട്. പ്രണയിതാക്കൾക്ക് നിലവിലുള്ള ബന്ധങ്ങളിൽ സന്തോഷം വർദ്ധിക്കുകയും ചെയ്യും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ താല്പര്യം കൂടും. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എടുത്തു ചാടിയുള്ള തീരുമാനങ്ങൾ ഒഴിവാക്കുക. ദോഷപരിഹാരം ഗണപതിയെ പ്രാർത്ഥിക്കുക. ഭരണി നക്ഷത്രക്കാർക്ക് സ്വഭാവം, ക്ഷമയും സഹാനുഭൂതിയും കൂടും. തൊഴിലിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ വരും. കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. സാമ്പത്തികമായി വരുമാനം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. നിക്ഷേപങ്ങൾ ശ്രദ്ധയോടെ നടത്തുക. ആരോഗ്യത്തിൽ ചെറിയ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. ശ്രദ്ധിക്കുക. കുടുംബത്തിൽ ശാന്തമായ അന്തരീക്ഷമുണ്ടാകും. അഭിപ്രായ വ്യത്യാസങ്ങൾ സംസാരിച്ച് തീർക്കുക. പ്രണയത്തിൽ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാകാം. തുറന്ന് സംസാരിക്കുക. വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധ കുറയാൻ സാധ്യതയുണ്ട്. കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. ദേഷ്യം നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കുക. ദോഷപരിഹാരം കാളിയെ പ്രാർത്ഥിക്കുക. കാർത്തിക നക്ഷത്രക്കാർക്ക് ദൃഢനിശ്ചയവും ലക്ഷ്യബോധവും കൂടും. തൊഴിലിൽ അംഗീകാരം ലഭിക്കാൻ സാധ്യതയുണ്ട്. പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കും. സാമ്പത്തികമായി സ്ഥിതി മെച്ചപ്പെടും. പുതിയ വരുമാന മാർഗങ്ങൾ തുറന്നു വരും. ആരോഗ്യത്തിൽ ഊർജ്ജസ്വലത അനുഭവപ്പെടും. കുടുംബത്തിൽ സന്തോഷവും ഐക്യവും ഉണ്ടാവും. പ്രണയത്തിൽ നല്ല സമയമാണ്. പുതിയ ബന്ധങ്ങൾക്കും സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവയ്ക്കാനാകും. ശ്രദ്ധിക്കേണ്ട കാര്യം അമിതമായ ആത്മവിശ്വാസം ഒഴിവാക്കേണ്ടതാണ്. ദോഷപരിഹാരം സൂര്യനെ പ്രാർത്ഥിക്കുക എന്നതാണ്. പൊതുവായ ദോഷപരിഹാരം പറയുന്നത് നിങ്ങളുടെ ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുക, ദാനധർമ്മങ്ങൾ ചെയ്യുക, പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഭക്ഷണം നൽകുക. രോഹിണി നക്ഷത്രക്കാർക്ക് സ്ഥിരതയും ഭൗതിക സുഖങ്ങളോടുള്ള താല്പര്യവും കൂടും. തൊഴിലിൽ കാര്യങ്ങൾ പതിയെ പുരോഗമിക്കുകയും ചെയ്യും. പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട്. വരുമാനം സ്ഥിരമായിരിക്കും. പുതിയ നിക്ഷേപങ്ങളെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്യും. പൊതുവെ നല്ല ആരോഗ്യമായിരിക്കും. ചെറിയ അസ്വസ്ഥതകൾ വരാൻ ഇടയുണ്ട്. സന്തോഷകരമായ അന്തരീക്ഷം ഉണ്ടാവും. ബന്ധുക്കളിൽ നല്ല സമയം ചിലവഴിക്കാനും പറ്റും. പ്രണയബന്ധങ്ങളിൽ കൂടുതൽ അടുപ്പം അനുഭവപ്പെടും. വിദ്യാഭ്യാസത്തിൽ പഠനത്തിൽ ഏകാഗ്രത കൂടും. നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം അമിതമായ വാശി ഒഴിവാക്കുക. ദോഷപരിഹാരമായി കാണുന്നത് ശ്രീകൃഷ്ണനെ പ്രാർത്ഥിക്കുക എന്നതാണ്. മകേരൻ നാളുകാർക്ക് ജിജ്ഞാസയും സംസാരപ്രിയതയും കൂടും. തൊഴിലിൽ പുതിയ ആശയങ്ങൾ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കും. സഹപ്രവർത്തകരുമായി നല്ല ബന്ധം പുലർത്തുക. സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ശ്രദ്ധയും സൂക്ഷ്മതയും പാലിക്കുക. മാനസികമായ പിരിമുറുക്കം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിശ്രമം അത്യാവശ്യമാണ്. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിറഞ്ഞ അന്തരീക്ഷം ഉണ്ടാകും. പ്രണയബന്ധത്തിൽ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാകാം. തുറന്ന് സംസാരിക്കുന്നത് വളരെ നല്ലതാണ്. പഠനത്തിൽ താല്പര്യം വർദ്ധിക്കുകയും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. ദോഷപരിഹാരമായി ശിവനെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. തിരുവാതിര നാളുകാർക്ക് വിവേകവും സഹാനുഭൂതിയും കൂടും. കഠിനാധ്വാനത്തിന് ഫലം ലഭിക്കും. സ്ഥാനക്കയറ്റത്തിന് സാധ്യതയുമുണ്ട്. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയും പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുകയും ഉണ്ടാകും. ആരോഗ്യത്തിൽ ഊർജ്ജസ്വലത അനുഭവപ്പെടും. ആരോഗ്യം ശ്രദ്ധിക്കേണ്ടതുമാണ്. കുടുംബത്തിൽ സന്തോഷകരമായ സമയമുണ്ടാകും. സുഹൃത്തുക്കളുമായി സമയം ചെലവഴിക്കാനും പറ്റും. പ്രണയബന്ധങ്ങളിൽ സന്തോഷവും ഐക്യവും ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവയ്ക്കാനാകും. ശ്രദ്ധിക്കേണ്ട കാര്യം മുൻകോപം നിയന്ത്രിക്കുക എന്നുള്ളതാണ്. ദോഷപരിഹാരം ശിവനെയും ഭദ്രകാളിയും പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. പുണർന്ന നാളുകാർക്ക് ശുഭാപ്തി വിശ്വാസവും ദാനശീലവും കൂടും.
തൊഴിലിൽ പുതിയ അവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ചെയ്യുന്ന ജോലിയിൽ സന്തോഷവും കണ്ടെത്തും. സാമ്പത്തികമായി നേട്ടങ്ങളുണ്ടാകും. ചെലവുകൾ നിയന്ത്രിക്കുക. പൊതുവെ നല്ല ആരോഗ്യമായിരിക്കും. ചെറിയ അലസത അനുഭവപ്പെടാനും ഇടയുണ്ട്. സന്തോഷകരമായ അന്തരീക്ഷം കുടുംബത്തിലുണ്ടാകും. കുടുംബാംഗങ്ങളുമായി നല്ല ബന്ധം പുലർത്താനും പറ്റും. പ്രണയബന്ധങ്ങളിൽ പുതിയ സന്തോഷങ്ങൾ അനുഭവിക്കും. പഠനത്തിൽ താല്പര്യം കൂടും. നല്ല ഫലങ്ങളും പ്രതീക്ഷിക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം അലസത ഒഴിവാക്കുക എന്നുള്ളതാണ്. ദോഷപരിഹാരം വിഷ്ണുവിനെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. പൂയനാളുകാർക്ക് ക്ഷമയും മറ്റുള്ളവരെ സഹായിക്കാനുമുള്ള മനസ്സിൻ്റെ ഉത്തരവാദിത്തം കൂടും. തൊഴിലിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. സഹപ്രവർത്തകരുടെ സഹായവും ലഭിക്കും. സാമ്പത്തിക സ്ഥിതിയിൽ പുതിയ പുരോഗതി ഉണ്ടാകും. പുതിയ നിക്ഷേപങ്ങളെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്യും. ആരോഗ്യത്തിൽ ചെറിയ പ്രശ്നങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. ശ്രദ്ധയും വിശ്രമവും ആവശ്യമാണ്. ശാന്തമായ അന്തരീക്ഷം കുടുംബത്തിലുണ്ടാകും. കുടുംബാംഗങ്ങളുടെ പിന്തുണയും ലഭിക്കും. പ്രണയബന്ധങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും സ്നേഹവും നൽകുക. വിദ്യാഭ്യാസത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റുള്ളവരുടെ കാര്യത്തിൽ അമിതമായി ഇടപെടാതിരിക്കുക. ദോഷപരിഹാരം ശാസ്താവിനെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ആയില്യനാളുകാർക്ക് ബുദ്ധിശക്തിയും കാര്യങ്ങൾ വേഗത്തിൽ ഗ്രഹിക്കാനുള്ള കഴിവും കൂടും. തൊഴിലിൽ പുതിയ തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യും. മേലധികാരികളിൽ നിന്ന് പ്രശംസയും ലഭിക്കും. സാമ്പത്തികപരമായ കാര്യങ്ങളിൽ നേട്ടങ്ങളുണ്ടാകും. എന്നാൽ ശ്രദ്ധയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതാണ്. നാഡീ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് സാധ്യത കാണിക്കുന്നുണ്ട്. ശ്രദ്ധിക്കുക. ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കുടുംബത്തിലുണ്ടാകാം. സംയമനത്തോടെ പെരുമാറേണ്ടതാണ്. പ്രണയബന്ധങ്ങളിൽ കൂടുതൽ വിശ്വസ്തത പുലർത്തുക. പഠനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനാകും. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ താല്പര്യം കാണിക്കുകയും ചെയ്യും. മറ്റുള്ളവരെ അന്ധമായി വിശ്വസിക്കാതിരിക്കുക. ദോഷപരിഹാരം സർപ്പങ്ങളെ ആരാധിക്കുക എന്നുള്ളതാണ്. മകനാളുകാർക്ക് നേതൃഗുണവും പാരമ്പര്യങ്ങളോടുള്ള ബഹുമാനവും കൂടും. ജോലിസ്ഥലത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വില ലഭിക്കും. പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാകും. സാമ്പത്തികപരമായ കാര്യങ്ങൾ ശ്രദ്ധയും കരുതലും ആവശ്യമാണ്. അനാവശ്യ ചെലവുകൾ ഒഴിവാക്കുക. ഊർജം കുറയാൻ സാധ്യതയുണ്ട്. മതിയായ വിശ്രമം എടുക്കേണ്ടതാണ് ആരോഗ്യത്തിന്. കുടുംബ ബന്ധങ്ങളുമായി നല്ല ബന്ധം പുലർത്തുക. മുതിർന്നവരുടെ ഉപദേശം തേടുന്നത് ഗുണം ചെയ്യുകയും ചെയ്യും. പ്രണയത്തിൽ ബന്ധങ്ങളിൽ കൂടുതൽ ആത്മാർത്ഥതയും സ്നേഹവും പ്രകടിപ്പിക്കേണ്ടതാണ്. വിദ്യാർത്ഥികൾ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധയും ഏകാഗ്രതയും ആവശ്യമുള്ള സമയമാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം അഹങ്കാരം ഒഴിവാക്കുക എന്നുള്ളതാണ്. ദോഷപരിഹാരം പിതൃക്കളെ സ്മരിക്കുക. കാക്കയ്ക്ക് ഭക്ഷണം നൽകുക. പൂരനാളുകാർക്ക് സന്തോഷവും ആഡംബരങ്ങളോടുള്ള താല്പര്യവും കൂടും. ജോലിയിൽ സന്തോഷം കണ്ടെത്തും. സർഗാത്മകമായ ജോലികൾക്ക് പ്രാധാന്യം നൽകും. സാമ്പത്തികമായി കാര്യങ്ങൾ നല്ല സമയമാണ്. പുതിയ വരുമാന മാർഗങ്ങൾ തുറന്നു വരികയും ചെയ്യും. ആരോഗ്യം പൊതുവെ നന്നായിരിക്കും. സൗന്ദര്യ സംരക്ഷണത്തിന് പ്രാധാന്യം നൽകും. കുടുംബത്തിൽ സന്തോഷകരമായ ഒത്തുചേരലുണ്ടാകും. സുഹൃത്തുക്കളുമായി സമയം ചെലവഴിക്കാനും ആകും. പ്രണയത്തിൽ ബന്ധങ്ങളിൽ കൂടുതൽ റൊമാൻസും സന്തോഷവും അനുഭവിക്കും. പഠനത്തിൽ താല്പര്യം കൂടും. കലാപരമായ വിഷയങ്ങളിൽ മികവ് പുലർത്തുകയും ചെയ്യും. ശ്രദ്ധിക്കേണ്ട കാര്യം അമിത വ്യയം ഒഴിവാക്കുക. ദോഷപരിഹാരം ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഉത്രനാളുകാർക്ക് സ്ഥിരതയും ചിട്ടയായ പ്രവർത്തന ശൈലിയും കൂടും. കാര്യങ്ങൾ കൃത്യനിഷ്ഠയോടെ ചെയ്യും. മേലധികാരികളിൽ നിന്ന് പ്രശംസയും ലഭിക്കും. സാമ്പത്തികപരമായ കാര്യങ്ങൾ ശ്രദ്ധയും ആസൂത്രണവും വേണം. പൊതുവെ നല്ല ആരോഗ്യമായിരിക്കും. ചെറിയ ഉദര സംബന്ധമായ പ്രശ്നങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. ശാന്തമായ അന്തരീക്ഷം കുടുംബത്തിലുണ്ടാകും. കുടുംബാംഗങ്ങളുടെ പിന്തുണയും ലഭിക്കും. പ്രണയബന്ധങ്ങളിൽ കൂടുതൽ ഉത്തരവാദിത്ത ബോധം കാണിക്കുകയും ചെയ്യും. പഠനത്തിൽ സ്ഥിരതയും കഠിനാധ്വാനവും വിജയത്തിന് സഹായിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യം മറ്റുള്ളവരെ വിമർശിക്കുന്നത് ഒഴിവാക്കേണ്ടതാണ്. ദോഷപരിഹാരം സൂര്യനെയും ശിവനെയും പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അത്തനാളുകാർക്ക് വിവേകവും കാര്യങ്ങൾ വിശകലനം ചെയ്യാനുള്ള കഴിവും കൂടും. ബുദ്ധിപരമായി ജോലിയിൽ മികവ് പുലർത്തും. പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കാനും സാധിക്കും. സാമ്പത്തികപരമായ കാര്യങ്ങൾ ശ്രദ്ധയും സൂക്ഷ്മതയും പാലിക്കേണ്ടതാണ്. നാഡീ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. മാനസികാരോഗ്യം ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷമുണ്ടാകും. കുടുംബാംഗങ്ങളുമായി നല്ല ബന്ധം പുലർത്താനും പറ്റും. പ്രണയബന്ധങ്ങളിൽ കൂടുതൽ സൗഹൃദത്തിന് പ്രാധാന്യം നൽകും. വിദ്യാഭ്യാസത്തിൽ പഠനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവയ്ക്കാൻ പറ്റും. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ താല്പര്യവും കാണിക്കും. ദോഷപരിഹാരം ഗണപതിയെ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുക എന്നതാണ്. ചിത്ര നാളുകാർക്ക് കലാപരമായ താല്പര്യവും ബാലൻസായ ചിന്താഗതിയും കൂടും. സർഗാത്മകമായ ജോലികളിൽ വിജയം കൈവരിക്കും. പുതിയ അവസരങ്ങൾ ലഭിക്കാനും സാധ്യതയുണ്ട്. സാമ്പത്തികപരമായ കാര്യങ്ങളിൽ നേട്ടങ്ങളുണ്ടാകും. പൊതുവെ നല്ല ആരോഗ്യമായിരിക്കും. സന്തോഷകരമായ അന്തരീക്ഷം കുടുംബത്തിലുണ്ടാകും. പ്രണയബന്ധങ്ങൾ കൂടുതൽ ആകർഷണീയതയും സന്തോഷവും അനുഭവിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ താല്പര്യം കൂടും. ശ്രദ്ധിക്കേണ്ട കാര്യം മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നത് ഒഴിവാക്കുക എന്നുള്ളതാണ്. ദോഷപരിഹാരം വിശ്വകർമാവിനെയും ലക്ഷ്മി ദേവിയും പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ചോതി നക്ഷത്രക്കാർക്ക് സ്വാതന്ത്ര്യബോധവും നയതന്ത്രപരമായ കഴിവും കൂടും. ജോലിസ്ഥലത്ത് പുതിയ കൂട്ടുകെട്ടുകളിലൂടെ നേട്ടങ്ങളുണ്ടാകും. സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ശ്രദ്ധയും വിവേകവും പാലിക്കേണ്ടതാണ്. വാദസംബന്ധമായ പ്രശ്നങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്.
കുടുംബത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. പ്രണയബന്ധങ്ങളിൽ ചില പൊരുത്തക്കേടുകളും ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ തടസ്സങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം അമിതമായ ദേഷ്യം നിയന്ത്രിക്കുക എന്നുള്ളതാണ്. വായുദേവനെയും ഹനുമാനെയും പ്രാർത്ഥിക്കുക. വിശാഖം നാളുകാർക്ക് ലക്ഷ്യബോധവും പോരാട്ട വീര്യവും കൂടും. തൊഴിലിൽ ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കാനാകും. പുതിയ വെല്ലുവിളികളും ഏറ്റെടുക്കേണ്ടി വരും. സാമ്പത്തികപരമായ കാര്യങ്ങളിൽ നേട്ടങ്ങളുണ്ടാകും. ശ്രദ്ധയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതാണ്. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട്. കുടുംബത്തിൽ സന്തോഷമായ അന്തരീക്ഷം ഉണ്ടാകും. പ്രണയബന്ധങ്ങളിൽ ചില തർക്കങ്ങളുണ്ടാകാം. വിട്ടുവീഴ്ച മനോഭാവം കാണിക്കേണ്ടതാണ്. വിദ്യാർത്ഥികൾ പഠനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കും. മത്സര പരീക്ഷകളിൽ വിജയം നേടാനും സാധ്യതയുണ്ട്. ദോഷപരിഹാരമായി കാണുന്നത് ഇന്ദ്രാഗ്നി ദേവതകളെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അനിഴം നാളുകാർക്ക് സ്ഥിരോത്സാഹവും കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള കഴിവും കൂടും. തൊഴിലിൽ കഠിനാധ്വാനത്തിന് അംഗീകാരവും ലഭിക്കും. സാമ്പത്തികമായ കാര്യങ്ങളിൽ ശ്രദ്ധയും സൂക്ഷ്മതയും പാലിക്കേണ്ടതാണ്. പൊതുവെ നല്ല ആരോഗ്യമായിരിക്കും. സന്തോഷകരമായ അന്തരീക്ഷം കുടുംബത്തിലുണ്ടാകും. പ്രണയബന്ധങ്ങൾ കൂടുതൽ വിശ്വസ്തതയും സ്നേഹവും പ്രകടിപ്പിക്കുക. പഠനത്തിൽ താല്പര്യം കൂടും. നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം. ദോഷപരിഹാരം ഭദ്രകാളിയെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. തൃക്കേട്ട നാളുകാർക്ക് ബുദ്ധിശക്തിയും കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രഹിക്കാനുള്ള കഴിവും കൂടും. പുതിയ അവസരങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ചെയ്യുന്ന ജോലിയിൽ ശ്രദ്ധയും കൃത്യതയും പാലിക്കേണ്ടതാണ്. സാമ്പത്തികമായ നേട്ടങ്ങളുണ്ടാകും. എന്നാൽ ശ്രദ്ധയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് സാധ്യതയും കാണുന്നുണ്ട്. ചില അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രണയബന്ധത്തിലും കുടുംബത്തിലും ഉണ്ടാകും. ശ്രദ്ധിക്കേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധയും ഏകാഗ്രതയും ആവശ്യമുള്ള സമയമാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം എടുത്തുചാടിയുള്ള തീരുമാനങ്ങൾ ഒഴിവാക്കുക. ദോഷപരിഹാരം ഇന്ദ്രനെയും വിഷ്ണുവിനെയും പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. മൂലനാളുകാർക്ക് ധൈര്യവും തൻ്റെ ഇടവും കൂടും. പുതിയ കാര്യങ്ങൾ തുടങ്ങാനുള്ള താല്പര്യവും കാണിക്കും. ജോലിസ്ഥലത്ത് പുതിയ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ തയ്യാറാകും. കഠിനാധ്വാനവും ചെയ്യേണ്ടി വരും. സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ശ്രദ്ധയും കരുതലും ഉണ്ടായിരുന്നാൽ മതി. ആരോഗ്യത്തിൽ ഊർജം കുറയാൻ സാധ്യതയുണ്ട്. മതിയായ വിശ്രമം എടുക്കുക. സന്തോഷകരമായ അന്തരീക്ഷം കുടുംബത്തിലുണ്ടാകും. പ്രണയബന്ധങ്ങളിൽ ചില പൊരുത്തക്കേടുകൾ ഉണ്ടാകാം. ക്ഷമയോടെ പെരുമാറേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ താല്പര്യം വർദ്ധിക്കും. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. വിദേശയാത്രയ്ക്കും സാധ്യതയുണ്ട്. മുൻകോപം നിയന്ത്രിക്കേണ്ടതാണ്. ദോഷപരിഹാരം നരസിംഹത്തെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. പോരാടുന്ന ആളുകാർക്ക് ശുഭാപ്തി വിശ്വാസവും കലാപരമായ താല്പര്യവും കൂടും. ചെയ്യുന്ന ജോലിയിൽ സന്തോഷം കണ്ടെത്തും. സർഗാത്മകമായ ജോലികൾക്ക് പ്രാധാന്യം നൽകും. സാമ്പത്തികപരമായ കാര്യങ്ങളിൽ നല്ല സമയമാണ്. ആരോഗ്യം പൊതുവെ നന്നായിരിക്കും. കുടുംബത്തിൽ സന്തോഷകരമായ ഒത്തുചേരലുകൾ ഉണ്ടാകും. പ്രണയബന്ധങ്ങളിൽ കൂടുതൽ സന്തോഷവും ഐക്യവും അനുഭവപ്പെടും. പഠനത്തിൽ താല്പര്യം കൂടുകയും കലാപരമായ വിഷയങ്ങളിൽ മികവ് പുലർത്തുകയും ചെയ്യും. ശ്രദ്ധിക്കേണ്ട കാര്യം അമിതമായ ആത്മവിശ്വാസം ഒഴിവാക്കുക എന്നുള്ളതാണ്. ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുന്നത് ദോഷങ്ങൾക്ക് പരിഹാരം ലഭിക്കും. ഉത്രാടം നാളുകാർക്ക് സ്ഥിരതയും നേതൃത്വ ഗുണവും കൂടും. കാര്യങ്ങൾ കൃത്യനിഷ്ഠയോടെ ചെയ്യാനും മേലധികാരികളിൽ നിന്ന് പ്രശംസ ലഭിക്കാനും തൊഴിലിടത്തിൽ സാധിക്കും. സാമ്പത്തികപരമായ കാര്യങ്ങൾ ശ്രദ്ധയും ആസൂത്രണവും വേണ്ടിവരും. പൊതുവെ ആരോഗ്യം നന്നായിരിക്കും. കുടുംബത്തിൽ ശാന്തമായ അന്തരീക്ഷമായിരിക്കും. പ്രണയബന്ധങ്ങളിൽ കൂടുതൽ ഉത്തരവാദിത്ത ബോധം കാണിക്കും. വിദ്യാഭ്യാസത്തിൽ പഠനത്തിൽ സ്ഥിരതയും കഠിനാധ്വാനവും വിജയത്തിന് നിങ്ങളെ സഹായിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യം മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ ശ്രമിക്കാതിരിക്കുക. ദോഷപരിഹാരം സൂര്യനെയും ശിവനെയും പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. തിരുവോണ നാളുകാർക്ക് വിവേകവും മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സും കൂടും. തൊഴിലിൽ ബുദ്ധിപരമായ ജോലികളിൽ വിജയം കൈവരിക്കാനാകും. പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കാനും സാധ്യത കാണുന്നുണ്ട്. സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടായിരുന്നാൽ മതി. ആരോഗ്യം പൊതുവെ നന്നായിരിക്കും. കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷമുണ്ടാകും. പ്രണയബന്ധങ്ങളിൽ കൂടുതൽ സൗഹൃദ ബന്ധത്തിന് പ്രാധാന്യം നൽകും. വിദ്യാഭ്യാസത്തിൽ പഠനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ പറ്റും. പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള താല്പര്യവും കാണിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യം അമിതമായ ആലോചനകൾ ഒഴിവാക്കുക. ദോഷപരിഹാരം മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അവിട്ടനാളുകാർക്ക് ധൈര്യവും കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള കഴിവും കൂടും. ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കാനാകും. തൊഴിലിടത്ത് പുതിയ അവസരങ്ങൾ ലഭിക്കാനും സാധ്യത കാണുന്നുണ്ട്. സാമ്പത്തിക കാര്യങ്ങളിൽ നേട്ടങ്ങളുണ്ടാകും. എന്നാൽ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതുമാണ്. ആരോഗ്യത്തിൽ ഊർജ്ജസ്വലത അനുഭവപ്പെടും. വ്യായാമത്തിന് പ്രാധാന്യം നൽകേണ്ടതുമാണ്. കുടുംബത്തിൽ സന്തോഷമായ അന്തരീക്ഷമുണ്ടാകും. പ്രണയബന്ധങ്ങളിൽ കൂടുതൽ അടുപ്പവും സ്നേഹവും അനുഭവിക്കും. പഠനത്തിൽ താല്പര്യം കൂടും. വിദ്യാർത്ഥികൾക്ക് സാങ്കേതിക വിഷയങ്ങളിൽ മികവ് പുലർത്താനും സാധിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യം പിടിവാശി ഒഴിവാക്കേണ്ടതാണ്. ദോഷപരിഹാരം ശിവനെയും ചൊവ്വയെയും പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ചതയനാളുകാർക്ക് തത്വചിന്താപരമായ ചിന്തകളും കാര്യങ്ങൾ യുക്തിസഹമായി വിലയിരുത്താനുള്ള കഴിവും കൂടും. ഗവേഷണപരമായ ജോലികളിൽ വിജയം കൈവരിക്കാനാകും.
പുതിയ കണ്ടുപിടുത്തങ്ങൾക്ക് സാധ്യതയുണ്ട്. സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ശ്രദ്ധയും സൂക്ഷ്മതയും പാലിക്കുക. ദീർഘകാല നിക്ഷേപങ്ങളെക്കുറിച്ച് ആലോചിക്കുക. ഈ സമയത്ത് വാദസംബന്ധമായ പ്രശ്നങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. മാനസിക ആരോഗ്യം ശ്രദ്ധിക്കേണ്ടതുമാണ്. കുടുംബത്തിൽ സന്തോഷമായ അന്തരീക്ഷമുണ്ടാകും. പ്രണയബന്ധങ്ങളിൽ സൗഹൃദത്തിന് പ്രാധാന്യം നൽകും. തുറന്ന ആശയവിനിമയം ബന്ധം ശക്തിപ്പെടുത്തുകയും ചെയ്യും. പഠനത്തിൽ താല്പര്യം കൂടും. പുതിയ സാങ്കേതിക വിദ്യകൾ പഠിക്കാനും ശ്രമിക്കും. ദോഷപരിഹാരം വരുണദേവനെയും ശിവനെയും പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. പൂരിട്ടാതി നാളുകാർക്ക് നേതൃത്വ ഗുണവും മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സും കൂടും. ജോലിസ്ഥലത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വില ലഭിക്കും. പുതിയ സംരംഭങ്ങൾക്ക് സാധ്യതയും കാണുന്നുണ്ട്. സാമ്പത്തികപരമായ കാര്യങ്ങളിൽ നേട്ടങ്ങളുണ്ടാകും. എന്നാൽ ശ്രദ്ധയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതാണ്. പൊതുവെ നല്ല ആരോഗ്യമായിരിക്കും. ഉദരസംബന്ധമായ പ്രശ്നങ്ങൾക്ക് സാധ്യത കാണുന്നുമുണ്ട്. സന്തോഷമായ അന്തരീക്ഷം കുടുംബത്തിലുണ്ടാകും. പ്രണയബന്ധങ്ങളിൽ കൂടുതൽ വിശ്വസ്തതയും സ്നേഹവും പ്രകടിപ്പിക്കേണ്ടതാണ്. പഠനത്തിൽ താല്പര്യം വർദ്ധിക്കും. തത്വചിന്താപരമായ വിഷയങ്ങളിൽ മികവ് പുലർത്തും. അമിതമായ ദേഷ്യം നിയന്ത്രിക്കേണ്ടതാണ്. ശിവനെയും വ്യാഴത്തെയും പ്രാർത്ഥിക്കുക ദോഷപരിഹാരങ്ങൾക്കായി. ഉത്രട്ടാതി നാളുകാർക്ക് ക്ഷമയും സഹിഷ്ണുതയും കൂടും. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യവും കാണിക്കും. ചെയ്യുന്ന ജോലിയിൽ സ്ഥിരതയും പുരോഗതിയും ഉണ്ടാകും. പുതിയ അവസരങ്ങളും തേടിവരും. സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധയും ആസൂത്രണവും വേണ്ടിവരും. ദാനധർമ്മങ്ങൾക്ക് പ്രാധാന്യം നൽകേണ്ടതുമാണ്. പൊതുവെ നല്ല ആരോഗ്യമായിരിക്കും. ശാന്തമായ അന്തരീക്ഷം കുടുംബത്തിലുണ്ടാകും. പ്രണയബന്ധങ്ങൾ കൂടുതൽ ആഴവും സ്നേഹവും അനുഭവിക്കും. പഠനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ പറ്റും. ഗവേഷണപരമായ കാര്യങ്ങളിൽ താല്പര്യവും കാണിക്കുന്ന സമയമാണ്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അലസത ഒഴിവാക്കേണ്ടതാണ്. ശിവനെയും ശനിയെയും പ്രാർത്ഥിക്കുക. രേവതി നാളുകാർക്ക് സഹാനുഭൂതിയും കലാപരമായ താല്പര്യവും കൂടും. മറ്റുള്ളവരുടെ ദുഃഖത്തിൽ പങ്കുചേരും. സർഗാത്മകമായ ജോലികളിൽ വിജയം കൈവരിക്കാനാകും. സഹപ്രവർത്തകരുമായി നല്ല ബന്ധം പുലർത്താനും പറ്റും. സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധയും വിവേകവും വേണ്ടിവരും. അനാവശ്യ ചെലവുകൾ നിങ്ങൾ നിയന്ത്രിക്കേണ്ടതാണ്. പൊതുവെ നല്ല ആരോഗ്യമായിരിക്കും. അലർജി സംബന്ധമായ പ്രശ്നങ്ങൾക്ക് സാധ്യതയും കാണുന്നുണ്ട്. സന്തോഷകരമായ അന്തരീക്ഷം കുടുംബത്തിലുണ്ടാകും. പ്രണയബന്ധങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും സ്നേഹവും നൽകേണ്ടതാണ്. പഠനത്തിൽ താല്പര്യം കൂടും. ഭാഷാപരമായ വിഷയങ്ങളിൽ മികവ് പുലർത്തും. ശ്രദ്ധിക്കേണ്ട കാര്യം മറ്റുള്ളവരെ അമിതമായി വിശ്വസിക്കാതിരിക്കുക. ദോഷപരിഹാരങ്ങൾ മഹാവിഷ്ണുവിനെയും ബുധനെയും പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഇത് ഓരോ നക്ഷത്രത്തെയും കുറിച്ചുള്ള പൊതുവായുള്ള ഫലങ്ങളാണ്. നിങ്ങളുടെ വ്യക്തിപരമായ ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഫലങ്ങളിൽ മാറ്റങ്ങളും വരാം.